ഇനി നേരെ പോകാം. ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് ലീക്കായി തീപിടിച്ച് ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വെള്ളാങ്കല്ലൂർ എരുമത്തറം ഫിൻസ് നഗർ സ്വദേശി ത്രികോവിൽ വീട്ടിൽ രവീന്ദ്രൻ, ഭാര്യ ജയശ്രീ എന്നിവർക്കാണ് പരിക്കേറ്റത്. ജയശ്രീയുടെ നില അതീവ ഗുരുതരമാണ്. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ഈ അപകടം എപ്പോഴായിരുന്നു? ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? വിവരങ്ങൾ പറയാം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂരിൽ ദമ്പതികളായ എരുമത്തടം ഫ്രാൻസ് നഗറിൽ ത്രികോവിൽ വീട്ടിൽ രവീന്ദ്രൻ, ഭാര്യ ജയശ്രീ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. രണ്ടുപേരും ചേർപ്പിലെ ബന്ധുവീട്ടിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുത്ത് തിരികെ വീട്ടിലെത്തി വീട് വാതിൽ തുറന്ന് സ്വിച്ചിട്ടതോടുകൂടി ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്ന വിവരം. ഈ ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോഴാണ് ഇരുവരും ശരീരത്ത് തീപിടിച്ച നിലയിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. രണ്ടുപേർക്കും ഗുരുതരമായി തന്നെ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ വീട്ടിനുള്ളിലല്ല, വീടിന് പിറകുവശത്താണ് ഗ്യാസ് സിലിണ്ടർ വെച്ചത്. സ്റ്റൗ വീടിനുള്ളിൽ അടുക്കളയിലുമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഗ്യാസ് ചോർന്നതാകാം അപകടത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. രണ്ടുപേരും വീടിനുള്ളിൽ പ്രവേശിച്ചതിന് ശേഷം സ്വിച്ചിട്ടതോടുകൂടി വീട്ടിനുള്ളിൽ തിങ്ങി നിറഞ്ഞിരുന്ന ഗ്യാസ് വാതകത്തിന് തീപിടിക്കുകയും ആളുകളുടെ ശരീരത്തിലേക്ക് തീ ആളിപ്പടരുകയും ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരും പ്രദേശവാസികളും വേഗത്തിൽ തന്നെ ആംബുലൻസ് വിളിക്കുകയും രണ്ടുപേരെ, ജയശ്രീക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്, രണ്ടുപേരെയും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയുമാണ് ചെയ്യുന്നത്. ദമ്പതികൾ രണ്ടുപേരും വയോധികരാണ്. ഇവർ ദീർഘനാളുകളായി ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ താമസിച്ചത്. വീടിന് സമീപത്ത് തന്നെ മക്കളടക്കം താമസിക്കുന്നുണ്ടെങ്കിലും ഇവർ തന്നെയാണ് വീട്ടിൽ കഴിഞ്ഞു വന്നത്. ഈ ഗ്യാസ് സിലിണ്ടറിന് ചോർച്ച സംഭവിച്ചതാകാം അപകടത്തിനിടയാക്കിയത് എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായ നിഗമനം. ഫയർഫോഴ്സും പോലീസും എത്തി സ്ഥലത്ത് പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. നിലവിൽ ഈ വാതിലടക്കം തകർന്ന് അപകടത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വീടിനും സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ജയശ്രീയുടെ നില അത്യാസന്ന നിലയിലാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂരിലാണ് ഗ്യാസ് ലീക്കായി തീപിടിച്ച് ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.